എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി നോക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. അപ്പോൾ നമ്മളിന്ന് ക്യാരറ്റ് ഉപയോഗിച്ചിട്ടാണ് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ മീഡിയം വലുപ്പത്തിലുള്ള 2 ക്യാരറ്റ് ചെറിയ പീസുകളായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുത്ത ക്യാരറ്റാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലൊരു 2 വിസിൽ അടിക്കുന്നത് വരെ വേവിച്ചെടുത്ത ക്യാരറ്റാണ്. അപ്പോൾ വേവിച്ച ക്യാരറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പച്ച ക്യാരറ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കുക, അതിനുശേഷം ഇതുപോലെ ജ്യൂസ് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജ്യൂസ് ജാറിലേക്ക് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട. ക്യാരറ്റിന് പൊതുവേ കുറച്ചൊരു മധുരം ഉണ്ടാവും. വേവിച്ച ക്യാരറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ടല്ല ജ്യൂസ് അടിക്കുന്നത്. വെള്ളത്തിന് പകരം നമ്മളിവിടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഏതാണ്ട് ഒരു 250 ml അടുത്ത് പാലെടുത്തിട്ടുണ്ട്. അതിലൊരു പകുതി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഷേക്കുകളൊക്കെ തോറ്റുപോകും ഈ ജ്യൂസിൻ്റെ മുമ്പിൽ. അപ്പോൾ ക്യാരറ്റ് ഇഷ്ടമല്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. ക്യാരറ്റാണ് അവർ അറിയ പോലുമില്ല. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.